അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ അധ്യാപകൻ ഡോക്ടർ റാമിനെ പുറത്താക്കി. നടപടി ഡോക്ടർക്കെതിരെ കൂടുതൽ പരാതികളുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തിയതിനു പിന്നാലെ പ്രിൻസിപ്പലിന്റെ മൊഴി രേഖപ്പെടുത്തിയ അന്വേഷണ സംഘം നിതിനെ ഓഫീസിൽ ചോദ്യം ചെയ്തിരുന്നതായി സമ്മതിച്ചു പ്രിൻസിപ്പൽ. കോൺഗ്രസിനുള്ളിലെ മുഖ്യമന്ത്രി ചർച്ചകളിൽ നേതൃതലത്തിൽ അതൃപ്തി പുകയുന്നു. പരസ്യ പ്രസ്താവനകളും ചർച്ചകളും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ബെന്നി ബെഹനാൻ കോൺഗ്രസ് അധ്യക്ഷന് കത്തയച്ചു. KC വേണുഗോപാലിന്റെ അനുയായി AP അനിൽകുമാർ സാദിഖ് അലി തങ്ങളുമായും PK കുഞ്ഞാലിക്കുട്ടിയുമായി കൂടിക്കാഴ്ച നടത്തിയത് വീക്ഷിച്ച നേതാക്കൾ. ബീഹാറിൽ ഇനി പുതുയുഗം. നിതീഷ് കുമാർ രാജിവെച്ചു. രാജിക്കത്ത് ഗവർണർക്ക് കൈമാറി. BJP നേതാവ് സാമ്രാട് ചൌധരി പുതിയ മുഖ്യമന്ത്രിയാകും. തീരുമാനം BJP നിയമസഭാ കക്ഷി യോഗത്തിൽ. കൊടും വേനലിൽ വെന്തുരുകി കേരളം. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ്. പാലക്കാട് താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗത്തിൽ റെക്കോർഡ് വർധന. വിഷുവിനെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. കണിയൊരുക്കാനുള്ള വിഭവങ്ങളുമായി വിപണികൾ സജീവം. മാർച്ച് മാസത്തിലെ ICC പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരം സ്വന്തമാക്കി സഞ്ജു സാംസൺ. നേട്ടം 2020 ലോകകപ്പിലെ മികച്ച പ്രകടനത്തിന്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ അധ്യാപകൻ ഡോക്ടർ റാമിനെ പുറത്താക്കി. കൂടുതൽ പരാതികളുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തിയതിനു പിന്നാലെയാണ് ഡോക്ടർക്കെതിരെ നടപടി. പ്രിൻസിപ്പലിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിതിനെ ഓഫീസിൽ ചോദ്യം ചെയ്തിരുന്നതായി പ്രിൻസിപ്പൽ സമ്മതിച്ചിട്ടുണ്ട്. അതേസമയം ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് അധ്യാപികയുടെ പരാതി ലഭിച്ചിരുന്നുവെന്ന് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വിനോദ് മോനി മാധ്യമങ്ങളോട് പറഞ്ഞു. വിഷയം ചർച്ച ചെയ്തപ്പോൾ അധ്യാപികയുടെ നമ്പർ നൽകിയില്ല എന്നാണ് നിതിൻ പറഞ്ഞത്. എന്നാൽ ടീച്ചറിന്റെ ഫോണിൽ നിതിന്റെ ഫോട്ടോ അവർ അയച്ചിരുന്നുവെന്നും മൊബൈൽ ഫോൺ അവിടെ ഏൽപ്പിച്ച് നിതിൻ മുറിയിൽ നിന്നും മടങ്ങിയെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. അന്ന് ഒരു പരാതി വന്നതെന്ന് പറഞ്ഞാൽ മാഡം തന്ന പരാതിയുടെ പേരിലാണ്. മാഡത്തിന്റെ പരാതിയുണ്ട്. മാഡം വ്യക്തമായ പരാതി തന്നിരിക്കുന്നത്. അതിന്റെ പ്രൂഫ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. സൈബർ സെല്ലിനും അറിയാം. സൈബർ സെല്ലിന് അറിയാം മീൻസ് എന്റെ ഒരു ഇതാണ്. കാരണം അത് കൊടുത്തിട്ടുള്ളതാണ്. 10-ാം തീയതി പരാതി എഴുതി മാഡം തന്നെ. കാരണം അത് ആദ്യം ഇങ്ങനെ ഒരു മാഡത്തിന്റെ ഫോണിൽ പുള്ളിയുടെ ഫോട്ടോയും നിതിൻ രാജിന്റെ ഫോട്ടോയും എല്ലാം വന്നു. പിന്നെ അതിന്റെ ലോൺ എന്തോ എടുത്തു. അപ്പം കോൺസ്റ്റന്റ് ആയിട്ട് അടയ്ക്കണം. ഒരു ഭീഷണിയാണ് മാഡം പറഞ്ഞത്. അപ്പൊ അത് വന്നു. മാഡം പരാതി തന്നു. ലോൺ ആപ്പിന്റെ ഭീഷണി. അത് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും ജോസഫ് ചേരുന്നുണ്ട്. ജോസഫ്, പ്രിൻസിപ്പൽ പറയുന്നതാണ് നമ്മൾ കേട്ടത്. ഒപ്പം ഈ അധ്യാപകൻ ഡോക്ടർ റാമിനെ പുറത്താക്കി. ഈ ഒരു പുറത്താക്കൽ നടപടി കൊണ്ട് മാത്രം ഈ പ്രശ്നത്തിന് പരിഹാരമാകുമോ എന്നുള്ളതാണ്. വേറെയും അധ്യാപകർക്കെതിരെയൊക്കെ നമുക്കറിയാം, സഹപാഠികൾ കഴിഞ്ഞ ദിവസം ആരോപണം ഉന്നയിച്ചിരുന്നു. കോളേജ് എന്താണ് പറയുന്നത്, പ്രിൻസിപ്പൽ എന്താണ് പറയുന്നത്, വിവരങ്ങൾ എങ്ങനെ? ഒപ്പം അന്വേഷണ സംഘം ഈ പ്രിൻസിപ്പലിന്റെ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അശ്വതി, തീർച്ചയായും വൈകിയാണെങ്കിലും ഈ അധ്യാപകനെ പുറത്താക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കോളേജിലെ ഈ റാമെന്ന അധ്യാപകനെതിരെ മാത്രമല്ല, നിരവധി അധ്യാപകർക്കെതിരെ വിദ്യാർത്ഥികൾ സമാന രീതിയിൽ പരാതി ഉന്നയിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അത് സാധൂകരിക്കുന്ന മൊഴികളും വിദ്യാർത്ഥികൾ ഇതിനോടൊപ്പം തന്നെ പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇന്നും കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് വേദിയായി. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ മാനേജ്മെന്റുമായി നടത്തിയ ചർച്ചകൾ, ആദ്യഘട്ട ചർച്ചകൾ പരാജയപ്പെട്ടിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് ആണ് ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് ഈ ഡോക്ടർ റാമിനെ പുറത്താക്കണമെന്നുള്ളതായിരുന്നു ആദ്യ ആവശ്യം. മറ്റ് ആവശ്യങ്ങൾ ഇനി അംഗീകരിക്കുന്നില്ലെങ്കിൽ തുടർ സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം. എന്തായാലും DYFI ഉൾപ്പെടെയുള്ള സംഘടനകളും ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമുയർത്തി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചിറക്കുന്നിലെ ഡോക്ടർ റാമിന്റെ ക്ലിനിക്ക് താഴിട്ട് പൂട്ടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. മാത്രമല്ല, അവിടെ ഡോക്ടർ അംബേദ്കറുടെ ഫോട്ടോ പതിപ്പിക്കുകയും DYFI പ്രവർത്തകർ ചെയ്തിട്ടുണ്ട്. എന്തായാലും അന്വേഷണം ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഈ നിതിൻ രാജിന്റെ മരണത്തിലേക്ക് മരണത്തിന് മൂന്ന് കാര്യങ്ങൾ ഉണ്ട് എന്നാണ് പോലീസ് അന്വേഷണത്തിൽ പരിശോധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അധ്യാപകരിൽ നേരിട്ട ജാതി വിവേചനമാണ്. രണ്ടാമത്തത് ലോൺ ആപ്പുകാരുടെ സമ്മർദ്ദമാണ്. മൂന്നാമത്തത് ഏപ്രിൽ 10-ന് പ്രിൻസിപ്പലും അധ്യാപകരും നടത്തിയ ചോദ്യം ചെയ്യൽ എന്നിവയാണ് ഈ നിതിനെ സമ്മർദ്ദത്തിലാക്കിയെന്നാണ് ഈ വിലയിരുത്തലുള്ളത്. ഈ ജീവനെടുക്കുന്ന ദിവസം സംഭവിച്ചത് ഇപ്രകാരമാണ് എന്നാണ്
പ്രിൻസിപ്പലിന്റെയും പോലീസിന്റെയും ഭാഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ കോളേജിലെ അധ്യാപികയായിരുന്ന ഒരു ലതാ ശശിധരന്റെ ഗ്യാരണ്ടിയിൽ ലോൺ ആപ്പിൽ നിന്നും ഈ നിതിൻ രാജൻ 14,000 രൂപയോളം വായ്പ എടുക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അധ്യാപിക പരാതി നൽകിയതായിട്ട് ഈ കോളേജ് അധികൃതരും സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിനെ തുടർന്ന് ഈ കോളേജ് അധികൃതർ ഈ നിതിൻ രാജിനെ റൂമിലേക്ക് വിളിപ്പിക്കുകയും ഇതിനെ തുടർന്ന് സംസാരിക്കുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ഇത്തരത്തിൽ 35 മിനിറ്റ് നീണ്ട സംഭാഷണങ്ങൾക്കൊടുവിൽ ഈ പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് നിതിൻ പുറത്തേക്ക് വരുന്നത്. ഇത് ഉൾപ്പെടെയുള്ള നിർണായക CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നും പുറത്തിറങ്ങിയ ശേഷം 10 മിനിറ്റുകൾക്കകം ജീവനൊടുക്കിയതായിട്ടാണ് ഈ പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനെ സാധൂകരിക്കുന്ന ദൃക്സാക്ഷികളുടെ മൊഴികളും പോലീസ് ലഭിച്ചിട്ടുണ്ട്. ഇൻസ്റ്റാപേ എന്ന അക്കൗണ്ടിൽ നിന്നും 14,000 രൂപ നിതിൻ വായ്പ എടുത്തതായി സൈബർ സെല്ലിന്റെ അന്വേഷണത്തിലും കണ്ടെത്തിയിരിക്കുന്നു. ഇതിൽ ഗ്യാരണ്ടി ആയത് അധ്യാപിക ലതാ ശശിധരനായിരുന്നു. ഈ തിരിച്ചടവ് മുടങ്ങിയതോടെ അധ്യാപികയ്ക്ക് ഭീഷണി സന്ദേശങ്ങളും കോളുകളും തുടർച്ചയായി വന്നിരുന്നു. ഇതിനെ തുടർന്നാണ് ഇവർ പ്രിൻസിപ്പലിന് പരാതി നൽകിയതെന്നാണ് ഇന്ന് പ്രിൻസിപ്പൽ നമ്മളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. എന്തായാലും ഏപ്രിൽ 9 മാത്രം 98 ഭീഷണി സന്ദേശങ്ങളും കോളുകളും ലോൺ ആപ്പ് കമ്പനിയിൽ നിന്നും ഈ നിതിൻ രാജിന് ലഭിച്ചതായും ടീച്ചർക്ക് 28ഓളം ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചിരുന്നതായും ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ കോളേജിൽ നിന്ന് ഏറ്റ പീഡനത്തെ പോലീസ് നിസ്സാരവൽക്കരിച്ച് കാണുന്നില്ല, അതിനെയും ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. ഈ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് പ്രിൻസിപ്പലിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ വിദ്യാർത്ഥികളുടെ പരാതിയിന്മേലും മൊഴികളിന്മേലും പ്രതികരണങ്ങളിന്മേലും കൂടുതൽ തെളിവെടുപ്പും മൊഴി രേഖപ്പെടുത്തലും വിശദമായ മൊഴി രേഖപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ആരോപണത്തിന് പിന്നാലെ ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടതിന് പിന്നാലെ ഡോക്ടർ രാമും സംഗീതയും ഒളിവിൽ പോയിരിക്കുകയാണ്. ഇവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമാകുകയാണ്. വലിയ മൃഗീയമായിട്ടുള്ള ജാതീയ വിവേചനമാണ് കുറെ കാലങ്ങളായി കോളേജിൽ നടനമാടിയെന്നുള്ള കാര്യം ശരിവെക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഇന്നും ഉണ്ടായതെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധാവഹമായ കാര്യം. ഈ കാര്യങ്ങളിലെല്ലാം ഒരു സത്യസന്ധമായ ഒരു അന്വേഷണം വേണമെന്നാണ് രക്ഷിതാക്കളടക്കം യുവജന വിദ്യാർത്ഥി സംഘടനകളടക്കം ആവശ്യപ്പെടുന്നത്. അശ്വതി. ശരി ജോസഫ്, അതുതന്നെയാണ് നിതിൻ രാജിന്റെ മരണത്തിൽ വകുപ്പ് മേധാവി AK റാമിനെ കോളേജ് പുറത്താക്കിയിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ പരാതിയിലാണ് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. അന്വേഷണം പുരോഗമിക്കുകയാണ്. വിവരങ്ങളാണ് കണ്ണൂരിൽ നിന്നും ജോസഫ് നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ക്യാമ്പസുകളെ വർദ്ധിച്ചു വരുന്ന ജാതീയ വിവേചനങ്ങൾക്കെതിരെ പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ആരായാലും അത് മാപ്പർഹിക്കാത്ത കുറ്റമാണ്. കേരളമാകെ നിതിൻ രാജിന്റെ കുടുംബത്തിനൊപ്പമുണ്ട്. പുരോഗമന കേരളത്തിന് ഇത്തരം വാർത്തകൾ ഒട്ടും ഭൂഷണമല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അംബേദ്കർ ജയന്തി ദിനത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയെ അപലപിച്ച അദ്ദേഹം ക്യാമ്പസുകളിലെ വിവേചനം അവസാനിപ്പിക്കാൻ രോഹിത് വെമുല ആക്ട് നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടു. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണം അന്വേഷിക്കാൻ 4-അംഗ വിദഗ്ധ സമിതിയെ നിയമിച്ച ആരോഗ്യ സർവകലാശാല. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ പറഞ്ഞു. നിതിൻ രാജിന്റെ കുടുംബത്തിന് കരുതലായി കോൺഗ്രസ്. പ്രതിപക്ഷ നേതാവ് വാഗ്ദാനം ചെയ്ത വീടിന്റെ ആദ്യ തുക VS ശിവകുമാർ നിതിന്റെ വീട്ടിലെത്തി പിതാവിന് കൈമാറി. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ നടക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചതെന്ന് ആരോഗ്യ സർവകലാശാല VC മോഹനൻ കുന്നുമ്മൽ പറഞ്ഞു. തിരുവനന്തപുരത്തെ നിതിൻ രാജിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മരണത്തിൽ അന്വേഷണം നടത്താൻ ആരോഗ്യ സർവകലാശാല ലഫ്റ്റനന്റ് ജനറൽ അജിത് നീലകണ്ഠന്റെ നേതൃത്വത്തിൽ 4-അംഗ സമിതിയെ നിയോഗിച്ചു എന്നും അദ്ദേഹം വ്യക്തമാക്കി. യൂണിവേഴ്സിറ്റിയുടെ തലത്തിൽ അന്വേഷണം ഈ വിഷയം അറിഞ്ഞ അപ്പോൾ തന്നെ പ്രഖ്യാപിച്ചതാണ്. യൂണിവേഴ്സിറ്റിയുടെ ഗവേണിംഗ് കൗൺസിൽ മെമ്പർ ലഫ്റ്റനന്റ് ജനറൽ അജിത് നീലകണ്ഠൻ, ഇന്ത്യയിലെ ഏറ്റവും സീനിയർ ആർമി ഓഫീസറായിരുന്ന ലഫ്റ്റനന്റ് ജനറൽ അജിത് നീലകണ്ഠൻ യൂണിവേഴ്സിറ്റിയുടെ ഗവേണിംഗ് കൗൺസിൽ മെമ്പറാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ യൂണിവേഴ്സിറ്റിയുടെ വിദ്യാഭ്യാസ കാര്യാലയം ഡീൻ, അതുപോലെ ഡെൻ്റൽ ഡീൻ, മെഡിസിൻ ഡീൻ, ഇത്രയും പേരുള്ള സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മിനിഞ്ഞാന്ന് തന്നെ ആ ടീം ഇവിടെ വന്നു. അമ്മയുമായും അച്ഛനുമായും എല്ലാവരുമായും സംസാരിച്ചിട്ടുണ്ട്. ആ ടീം ഇന്നും നാളെയും കോളേജ് അവിടെ വിദ്യാർത്ഥികളുണ്ടാവില്ല, അവധിയായതുകൊണ്ട് വെള്ളിയാഴ്ച അവർ കോളേജിലെത്തുന്നതാണ്. സമഗ്രമായി അന്വേഷിക്കും. ഈ കോളേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അന്വേഷിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് അന്വേഷിക്കും. കൃത്യമായ നടപടി, ശക്തമായ നടപടി ആരോഗ്യ സർവകലാശാല നടത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
ലോൺ ആപ്പിന്റെ പേരിൽ നിതിൻ ആത്മഹത്യ ചെയ്യില്ലെന്നും കോളേജിൽ നടന്നത് എന്താണെന്ന് അറിയണമെന്നും നിതിൻ രാജിന്റെ സഹോദരി പറഞ്ഞു. ഒരിക്കലും ആപ്പ് ലോണിന്റെ പേരും പറഞ്ഞ് ഇത് ചുരുക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഇനി എവിടെ വരെ പോവാൻ പറ്റുമോ അവിടെ വരെ പോവും. ഇനി അവന് നീതി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞങ്ങളും കാണത്തില്ല ഈ ലോകത്ത്. ഞങ്ങളിനി ജീവിക്കൂല, അത് ഉറപ്പാണ്. നിതിന്റെ കുടുംബത്തിന് പ്രതിപക്ഷ നേതാവ് വാഗ്ദാനം ചെയ്ത വീടിന്റെ ആദ്യ തുക VS ശിവകുമാർ നിതിന്റെ വീട്ടിലെത്തി പിതാവിന് കൈമാറി. കേസിലെ പ്രതികളെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യണമെന്നും ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ടെങ്കിലും മാതൃകാപരമായ നടപടികൾ കേസിൽ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കൊല്ലത്ത് BJP പട്ടികജാതി മോർച്ചയുടെ പ്രതിഷേധം. കൊല്ലം ചിന്നക്കടയിലാണ് പട്ടികജാതി മോർച്ച പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ജാതി അധിക്ഷേപവും മാനസിക പീഡനവും കാരണം ജീവനൊടുക്കിയ നിതിന് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരം. ദേശീയപാത ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. നിതിന് നീതി കിട്ടുന്നതുവരെ പ്രതിഷേധം ശക്തമാക്കുമെന്ന് SSC മോർച്ച നേതാക്കൾ അറിയിച്ചു. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിവെച്ചു. രാജിക്കത്ത് ഗവർണർക്ക് കൈമാറി. BJP നേതാവ് സമ്രാട് ചൌധരി പുതിയ മുഖ്യമന്ത്രിയാകും. BJP നിയമസഭാ കക്ഷി യോഗത്തിലാണ് തീരുമാനം. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, നിതീഷ് കുമാർ യുഗമാണ് അവസാനിച്ചത്. പുതിയ മുഖ്യമന്ത്രി രാജിക്കത്ത് ഗവർണർക്ക് നിതീഷ് കൈമാറിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾ എങ്ങനെ? അശ്വതി, ബീഹാറിൽ 2 പതിറ്റാണ്ടിലധികം മുഖ്യമന്ത്രി കസേരയിലിരുന്ന നിതീഷ് കുമാർ സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്ത ശേഷം പട്നയിൽ ലോക് ഭവനിലെത്തി ഗവർണർക്ക് നിതീഷ് കുമാർ രാജിക്കത്ത് കൈമാറി. ഇതോടുകൂടി ബീഹാർ രാഷ്ട്രീയത്തിന്റെ ഒരു യുഗത്തിന് തന്നെയാണ് അവസാനമായിട്ടുള്ളത്. ആദ്യം 2000-ലാണ് ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ എത്തുന്നതെങ്കിലും ദിവസങ്ങൾ മാത്രമായിരുന്നു മുഖ്യമന്ത്രി കസേരയിൽ നിതീഷ് കുമാർ ഇരിക്കാനായത്. പിന്നീട് 2005-ൽ മുഖ്യമന്ത്രിയായി എത്തിയ നിതീഷ് കുമാർ RJDക്കൊപ്പം നിന്നുകൊണ്ടും BJPക്കൊപ്പം നിന്നുകൊണ്ടും ബീഹാറിൽ ഭരണം നടത്തിയിട്ടുണ്ട്. നിലവിൽ രാജ്യസഭാംഗമായി ചുമതലയേറ്റതോടുകൂടിയാണ് നിതീഷ് കുമാർ ബീഹാറിന്റെ മുഖ്യമന്ത്രി സ്ഥാനം നിലവിൽ രാജിവെച്ചിട്ടുള്ളത്. സമ്രാട് ചൌധരിയാണ് ബീഹാറിന്റെ പുതിയ മുഖ്യമന്ത്രി. BJPയെ സംബന്ധിച്ച് ബീഹാറിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുകയാണ്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഏറ്റവും വലിയ ഒറ്റകക്ഷി BJP ആയിരുന്നെങ്കിലും നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുകയാണ്. ഇപ്പോൾ നിതീഷ് കുമാർ സ്ഥാനമൊഴിഞ്ഞതോടെ സമ്രാട് ചൌധരിയെ നിയമസഭാ കക്ഷി നേതാവായി BJPയുടെ നിയമസഭാ കക്ഷി യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. നാളെ വൈകിട്ട് പട്നയിലായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ബീഹാറിന്റെ വികസനമാണ് പ്രഥമ ലക്ഷ്യം എന്ന പ്രതികരണമാണ് മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്ത ശേഷം, നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത ശേഷം സമ്രാട് ചൌധരി നടത്തിയത്. അശ്വതി. ശരി ജിഷ്ണു, ബീഹാറിന് ഇനി പുതിയ മുഖ്യമന്ത്രി. BJP നേതാവ് സമ്രാട് ചൌധരി പുതിയ മുഖ്യമന്ത്രിയാകും. BJP നിയമസഭാ കക്ഷി യോഗത്തിലാണ് തീരുമാനം. വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ നൽകിയത്. മൈജി മലയാളീസ് മാൻഡേറ്റ് സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. പവേർഡ് ബൈ ജോയിൻ ഇന്ത്യാസ് #1 കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് IIC ലക്ഷ്യ ഇൻ അസോസിയേഷൻ വിത്ത് VKC ഇന്ത്യാസ് പ്രൈഡ്. മുഖ്യമന്ത്രി സംബന്ധിച്ച് ചർച്ച നടത്തേണ്ടത് ഹൈക്കമാൻഡാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ. അത്തരം ചർച്ചകളിലേക്ക് UDF കടന്നിട്ടേയില്ല. മുഖ്യമന്ത്രി ചർച്ച ഇപ്പോൾ നടത്തുന്നത് മാധ്യമങ്ങളാണ്. തിരഞ്ഞെടുപ്പിന് ശേഷം പാണക്കാട് എത്താൻ കഴിഞ്ഞിരുന്നില്ല, അതുകൊണ്ട് വന്നതാണെന്നും തന്റെ സന്ദർശനത്തിന് പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങളില്ലെന്നും അനിൽകുമാർ പറഞ്ഞു. പാണക്കാട് സാദിഖ് അലി തങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അത് നിങ്ങൾ ആരംഭിച്ചല്ലേ? കേരളത്തിലെ മാധ്യമങ്ങളാണല്ലോ ആരംഭിച്ചത്. ഞങ്ങൾക്ക് ഇത് ആരംഭിക്കേണ്ട സമയം എപ്പോഴാണെന്നുള്ള വ്യക്തമായ ബോധ്യമുണ്ട്. അത് പാർട്ടിക്കുണ്ട്, UDFനുണ്ട്. ആ സമയത്ത് ആരംഭിക്കും. ആ സമയത്ത് അത് പ്രഖ്യാപിക്കേണ്ട സമയത്ത് പ്രഖ്യാപിക്കും. അത് യാതൊരു രീതിയിലും ഇത്തരം സന്ദർശനങ്ങൾക്ക് അതുമായിട്ട് യാതൊരു ബന്ധമില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ യാതൊരു തർക്കവുമില്ലെന്നും എല്ലാം മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും PK കുഞ്ഞാലിക്കുട്ടി. ഭൂരിപക്ഷം ലഭിക്കുമ്പോൾ കൃത്യസമയത്ത് തീരുമാനമുണ്ടാകുമെന്നും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു. നിങ്ങൾ എന്താ പറയുന്നത്? എലക്ഷൻ വോട്ട് പെട്ടിയിലല്ലേ, അതിന്റെ ചർച്ച ഘട്ടമാണ് ഇപ്പോൾ. അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല.
അങ്ങനെ അഭ്യൂഹങ്ങൾ നിങ്ങൾ വെറുതെ ഉണ്ടാക്കുകയേ വേണ്ട. അങ്ങനത്തെ ഒരു ചർച്ചയില്ല. അങ്ങനെ നിങ്ങൾ വെറുതെ കഥ ഉണ്ടാക്കുകയാണ്. ഒരു കാര്യമില്ലാതെ കഥ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഒരു കാര്യമേ ഇല്ല. ഇല്ല, നിങ്ങളെ കാര്യമില്ല. നിങ്ങൾ വെറുതെ ഒരു വേസ്റ്റ് നിങ്ങൾ വെറുതെ എന്തിനാണ് നിൽക്കല്? ഇതൊരു ഉത്തരവാദിത്തപ്പെട്ട ഇലക്ഷൻ ജയിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു മുന്നണിയല്ലേ? അത് ആ സമയത്ത് ഞങ്ങൾ നോക്കൂലേ? ഞങ്ങളെന്താ കുട്ടികളിയാണോ? ഇങ്ങനെ ഡെയിലി നിങ്ങൾ ചോദിക്കുമ്പോൾ ഇതിന്റെ കഥ അതൊരു മോശമാണ്. നിങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണ്ട. ഇതൊരു ഉത്തരവാദിത്ത രാജ്യം ഭരിക്കുന്ന കാര്യമല്ലേ? രാജ്യം അതേസമയം കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന മുഖ്യമന്ത്രി ചർച്ചകളിൽ നേതൃതലത്തിൽ അതൃപ്തി പുകയുന്നു. പരസ്യ പ്രസ്താവനകളും ചർച്ചകളും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ബെന്നി ബെഹന്നാൻ കോൺഗ്രസ് അധ്യക്ഷന് കത്തയച്ചു. ഇതിനിടെ പാർട്ടിക്കുള്ളിൽ ചില നിർണായക നീക്കങ്ങൾ നടക്കുന്നതായും സൂചനയുണ്ട്. KC വേണുഗോപാലിന്റെ അനുയായിയായ AP അനിൽകുമാർ പാണക്കാടെത്തി PK കുഞ്ഞാലിക്കുട്ടിയുമായും തങ്ങളുമായും കൂടിക്കാഴ്ച നടത്തിയതും ശ്രദ്ധയോടെയാണ് നേതാക്കൾ വീക്ഷിക്കുന്നത്. കേരളത്തിൽ ഉടനീളം UDF തരംഗമുണ്ടാകുമെന്നും സർക്കാരിനുള്ള നോക്കൌട്ട് പഞ്ചാണ് ഏപ്രിൽ 9 ജനങ്ങൾ നൽകിയതെന്നും ഷാഫി പറമ്പിൽ MP. മന്ത്രിമാരും CPM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും തോൽക്കുന്നവരിൽ ഉണ്ടാകും. LDFന്റെ പരാജയം സഖാക്കൾ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. UDF ജയിക്കാൻ പോകുന്നത് ഏതെങ്കിലും ജാതി മത കമ്പാർട്ട്മെന്റിന്റെ പേരിലല്ലെന്നും ഷാഫി പറമ്പിൽ കോഴിക്കോട് പറഞ്ഞു. സാധാരണ ഭരണവിരുദ്ധ വികാരം എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷെ ഇത്തവണ ഫീൽഡിൽ ഭരണമാറ്റ വികാരമാണ് അതിശക്തമായി ആഞ്ഞു വീശിയത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു കവലയിലെ 9 ഹോർഡിങ്സിൽ 8ലും ഒരേ മുഖം വെച്ചപ്പോൾ ഈ ഭരണം മാറിയേ തീരൂ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം തീരുമാനിച്ചു എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് ജയത്തെ ഒരു കമ്പാർട്ട്മെന്റിലുമാക്കാൻ CPMനോ LDFനോ കഴിയില്ല. ഏതെങ്കിലും ഒരു ജാതിയിൽപ്പെട്ട ആളുകളോ ഒരു മതത്തിൽപ്പെട്ട ആളുകളോ വോട്ട് ചെയ്തിട്ടുണ്ടാവുന്ന വിജയമല്ല UDFനുണ്ടാവാൻ പോകുന്നത്. കേരളം ഒന്നടങ്കം വോട്ട് ചെയ്തിട്ട് 14 ജില്ലകളിലും ഉണ്ടാവുന്ന മാറ്റങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ വിജയം UDF കൈവരിക്കാൻ പോകുന്നത്, കേരളത്തിലെ ജനങ്ങൾ ജയിക്കാൻ പോകുന്നത് എന്ന് ഞങ്ങൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സംസ്ഥാനത്ത് കനത്ത ചൂട്. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള 12 ജില്ലകളിൽ കാലാവസ്ഥ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ്. കനത്ത ചൂടിൽ ചുട്ടുപൊള്ളുകയാണ് സംസ്ഥാനം. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള 12 ജില്ലകളിലും ഉയർന്ന താപനില മുന്നറിയിപ്പാണ് ഉള്ളത്. ഇവിടങ്ങളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ് കാലാവസ്ഥാ വകുപ്പ്. ഏറ്റവും അധികം ചൂട് അനുഭവപ്പെടുക പാലക്കാടാണ്. ഇന്ന് താപനില 40-നടുത്ത് രേഖപ്പെടുത്തുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്നലെ പാലക്കാട് രേഖപ്പെടുത്തിയത് 39.2 ഡിഗ്രി സെൽഷ്യസ് ആണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച പാലക്കാട് രേഖപ്പെടുത്തിയ 40 ഡിഗ്രി ചൂടാണ് ഈ സീസണിലെ ഏറ്റവും ഉയർന്ന താപനില. പാലക്കാടിന് പുറമെ കണ്ണൂർ, കൊല്ലം ജില്ലകളിലും 40 ഡിഗ്രിക്കടുത്ത് ചൂട് ഉയർന്നിരുന്നു. കൊല്ലത്ത് ഇന്ന് 39 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, മലപ്പുറം ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാം. സൂര്യാഘാത സാധ്യത കണക്കിലെടുത്ത് ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. നിർജ്ജലീകരണം തടയാനും നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് വേനൽ ചൂട് കൂടിയതോടെ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലേക്ക് എത്തുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത 5933 മെഗാവാട്ടായി ഉയർന്നു. 6000-നും മുകളിലെത്തിയാൽ വലിയ പ്രതിസന്ധിയാകുമെന്ന് വൈദ്യുതി ബോർഡ് വ്യക്തമാക്കുന്നു. ഇന്നലെ മാത്രം ഉപയോഗിച്ചത് 112.16 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വൈദ്യുതി ഉപഭോഗ നിരക്കാണിത്. ചൂട് കൂടിയ സാഹചര്യത്തിൽ AC, കൂളർ, ഫാൻ തുടങ്ങിയ ഉപകരണങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നതാണ് വൈദ്യുതി ഉപഭോഗം കൂടാൻ കാരണമായത്. പ്രതിസന്ധി ഒഴിവാക്കാൻ വൈകുന്നേരം 6 മുതൽ 11 വരെയുള്ള പീക്ക് സമയങ്ങളിൽ വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ ഉപഭോക്താക്കൾ തയ്യാറാകണമെന്ന് ബോർഡ് അഭ്യർത്ഥിച്ചു. പുതുശ്ശേരി മറുവക്കാട് കനത്ത ചൂടിൽ കുളത്തിലെ വളർത്തുമീനുകൾ ചത്തുപൊങ്ങി. മറുവക്കാട് സുമതി മുരളീധരന്റെ മത്സ്യങ്ങളാണ് ചത്തുപൊങ്ങിയത്. ഏകദേശം 1.5 ലക്ഷത്തിൽ കൂടുതൽ രൂപയുടെ നഷ്ടമുണ്ടായതായി സുമതി പറഞ്ഞു. പുതുശ്ശേരി നടുത്തറ പ്രകാശന്റെ ഉടമസ്ഥതയിലുള്ള കുളം പാട്ടത്തിനെടുത്താണ് മുരളീധരൻ മത്സ്യകൃഷി നടത്തിയിരുന്നത്. മെയ് മാസത്തിൽ വിളവെടുക്കാൻ പാകമായ കട്ല, രോഹു, തിലോപ്പിയ, മൃഗാല എന്നീ മത്സ്യങ്ങളാണ് ചത്തത്. 1.5 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി ദമ്പതികൾ പറയുന്നു. ഇവ കുളത്തിൽ നിന്ന് മാറ്റാനും പുതിയ കൃഷി ആരംഭിക്കാനും ഇനിയും ചിലവ് ഏറെയുണ്ട്. ഒപ്പം മീനിന്റെ ദുർഗന്ധം കുളത്തിനടുത്ത് താമസിക്കുന്നവർക്കും വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്.
പാട്ടം കൊടുക്കണമല്ലോ. പാട്ടം ഇതും കൂടെ 25,000 റുപ്യ എനിക്ക് ചിലവ് വരുന്നുണ്ട്. 25-30 ഉറുപ്പോളം എനിക്ക് ചിലവ് വരും. ഞങ്ങളിപ്പോൾ ഈ പുതിയ മീനിട്ടിട്ട് 10 മാസത്തോളമായി. ഇപ്പോൾ ഈ 28-ാം തീയതിയോളം നമ്മൾ പിടിക്കണം പറഞ്ഞിരുന്നതാണ്, കൃഷി വിളവെടുപ്പ് നടത്തണം പറഞ്ഞിരുന്നതാണ്. അപ്പോഴേക്കാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ചൂട് കൂടിയതോടെ ഓക്സിജൻ കിട്ടാതെ മീനുകൾ കൂട്ടത്തോടെ ചത്തു പൊങ്ങിയതായിട്ടാണ് നിഗമനം. മികച്ച മത്സ്യ കർഷകയ്ക്കുള്ള അവാർഡ് ഒട്ടേറെ തവണ നേടിയ ആളാണ് സുമതി. സമാനമായി മറ്റിടങ്ങളിലും കനത്ത ചൂട് മത്സ്യകൃഷിയെ ബാധിച്ചിട്ടുണ്ട്. ഫിഷറീസ് വകുപ്പ് പ്രതിരോധ മാർഗങ്ങളൊരുക്കാൻ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, പാലക്കാട്. കോഴിക്കോട് ചെലവൂരിൽ മാതൃ സഹോദരിയുടെ മകളെ കഴുത്ത് ഞെരിച്ച് കൊന്ന യുവാവ് പ്രതിയെയും അതേ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നസ്രീനെയാണ് കൊല്ലപ്പെട്ടത്. പ്രതിയും ബന്ധുവുമായ അതിനെയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് പുലർച്ചെ 5:30യോടെയായിരുന്നു സംഭവം. വീട്ടുകാരുടെ ബഹളം കേട്ടാണ് അയൽക്കാരടക്കം ഓടിയെത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മുകൾ നിലയിലെ കിടപ്പുമുറിയിൽ നസ്രീനയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. മാതൃ സഹോദരിയുടെ മകനായ അദീനെയും റൂമിൽ കണ്ടെത്തിയതിനെ തുടർന്ന് അദീനെ റൂമിൽ പൂട്ടിയിട്ട് പെൺകുട്ടിയുമായി ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പിന്നീട് പോലീസ് എത്തി വാതിൽ തുറന്ന് പരിശോധിച്ചപ്പോഴാണ് അദീനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അദീൻ വീട്ടിലെത്തിയതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി ഇവര് വിഷുവിന്റെ പടകങ്ങളൊക്കെ കുറെ പൊട്ടിച്ച് രാത്രി ഇവര് വൈകിയാണ് കിടന്നത്. അറിഞ്ഞിടത്തോളം ഒരു 12 മണിക്ക് കഴിഞ്ഞിരിക്കണ് കിടക്കുന്നത്. അതിന് മുന്നേ തന്നെ ഈ പയ്യന് വീട്ടിൻ്റെ ഉള്ളിൽ കയറി ഒളിച്ചിരുന്നു. ഏകദേശം ഒരു 7 മണി 8 മണിനുള്ളിൽ തന്നെ വീട്ടിനുള്ളിൽ കയറി താമസിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏകദേശം 2 മണി 3 മണിനുള്ളിലായിട്ട് തന്നെ കുട്ടീനെ കഴുത്ത് ഞെരിച്ച് കൊന്നു. അദീനും പെൺകുട്ടിയും സഹോദരിമാരുടെ മക്കളാണ്. ഇരുവരും മൂഴിക്കല്ലിലെ തറവാട്ട് വീട്ടിലായിരുന്നു താമസം. അദീന്റെ പെരുമാറ്റ ദൂഷ്യത്തെ തുടർന്ന് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. ഇതിന് പിന്നിൽ നസ്രിൻ ആണെന്ന കാരണത്താലാണ് നസ്രിനെ പ്രതി കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വിരലടയാള ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും വീട്ടിൽ പരിശോധന നടത്തി. അതേസമയം പെൺകുട്ടിയുടെയും യുവാവിന്റെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ച മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ഇന്നലെ രാത്രി വരെ കളിച്ചിരികൾ നിറഞ്ഞു നിന്നിരുന്ന ഈ വീട് ഒരു രാത്രി ഇരുട്ടി വെളുക്കും മുമ്പാണ് ഒരു കൊലപാതകം നടന്ന വീടായി മാറിയത്. കൊന്നതും കൊല്ലപ്പെട്ടതും സഹോദരിമാരുടെ മക്കളായതിന്റെ ആഘാതത്തിലാണ് ബന്ധുമിത്രാദികളും. അമൃത ന്യൂസ്, കോഴിക്കോട്. കോട്ടയം തിരുവാർപ്പ് പഞ്ചായത്തിലെ മലരിക്കൽ ജെ ബ്ലോക്ക് 9,000 പാടശേഖരത്ത് കൊയ്ത നെല്ല് റോഡിൽ എത്തിക്കാൻ ബുദ്ധിമുട്ടുകയാണ് കർഷകർ. ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പാടശേഖരത്തിന് നടുവിലേക്ക് വഴിയില്ലാത്തതാണ് വെല്ലുവിളി ഉയർത്തുന്നത്. നിലവിൽ കൊയ്ത്ത് യന്ത്രത്തിൽ തന്നെയാണ് കരയിലേക്ക് നെല്ല് എത്തിക്കുന്നത്. 1850 ഏക്കറിലധികം വിസ്തൃതിയുള്ളതാണ് തിരുവാർപ്പ് പഞ്ചായത്തിലെ മലരിക്കൽ ജെ ബ്ലോക്ക് 9,000 പാടശേഖരം. ഇതിൽ 1650 ഏക്കറിൽ കൃഷി നടക്കുന്നുണ്ട്. എന്നാൽ ഇത്രയും വിസ്തൃതമായ പാടശേഖരത്തിന് നടുവിലേക്ക് റോഡില്ലാത്തതിനാൽ വാഹനം എത്തുന്നിടത്ത് നെല്ലെത്തിക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്. കൊയ്ത്ത് യന്ത്രത്തിൽ തന്നെ നെല്ല് കരയ്ക്കെത്തിക്കാൻ മണിക്കൂറിന് 2000 രൂപ വാടക നൽകണം. പാടത്തിന് അങ്ങേയറ്റത്തു നിന്നും കൊയ്ത്ത് യന്ത്രം റോഡിലേക്ക് എത്താൻ 1.5 മണിക്കൂർ വേണ്ടിവരുമെന്നാണ് കർഷകർ പറയുന്നത്. അങ്ങേയറ്റത്ത് നിന്ന് ഇങ്ങേയറ്റം വരെ ഓടി വരുമ്പോൾ 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് ഓട്ടം പാത്രമായി പറയുന്നത്. നെല്ല് കൊയ്യുന്നതല്ല, എടുത്തിട്ട് ഇവിടെ കൊണ്ടിടുന്നത്. കൊയ്ത് കഴിഞ്ഞ് എത്തിക്കാനായിട്ട് 1 മണിക്കൂറിന് മേളിൽ ഓടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് റോഡ് വരികയാണെങ്കിൽ അത് വളരെ വലിയൊരു ഉപകാരമായിരിക്കും കർഷകനെ സംബന്ധിച്ചിടത്തോളം. ഫാം റോഡിനായി പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ സർക്കാരിന് മുൻപ് അപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ നടപടികളെങ്ങും എത്തിയിട്ടില്ല. ഫാം റോഡ് യാഥാർത്ഥ്യമായാൽ ഏക്കറിന് 10,000 രൂപ വരെ കർഷകന് ലാഭമുണ്ടാകും. 900 ഏക്കറോളം നിലവിൽ കൊയ്ത്ത് പൂർത്തീകരിച്ചു കഴിഞ്ഞു. പഴുക്കാനിലം കായലിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് ഇനി കൊയ്ത്ത് നടക്കാനുള്ളത്. അവിടെ കൊയ്ത്ത് പൂർത്തീകരിക്കുന്നതിന് മുൻപ് മഴ എത്തിയാൽ യന്ത്രം പാടത്തിറക്കാൻ കഴിയാതെ വരും. ഇതോടെ ആളുകളെ കൊണ്ട് കൊയ്ത്ത് നടത്തി തലച്ചുമടായി നെല്ല് കരയ്ക്കെത്തിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് കർഷകർ. അമൃത ന്യൂസ്, കോട്ടയം. മൺകലങ്ങളിൽ വിസ്മയം തീർത്ത് നിറച്ചാർത്തുകൾ. വടക്കൻ മലബാറിലെ വിഷു ആഘോഷത്തിലാണ് വേറിട്ട ആശയം വിരിഞ്ഞത്. മൺകുടങ്ങളിലെ നിറങ്ങളിൽ ചാലിച്ചെടുത്ത ഉണ്ണിക്കണ്ണൻ ഇപ്പോൾ ആവശ്യക്കാർ ഏറെയാണ്. നിറങ്ങളുടെ ഈ കൂട്ട് ഇഴുകിച്ചേരുന്നത് അത്ഭുതാപൂർവമായ സർഗസൃഷ്ടിയിലേക്കാണ്. ക്ഷമയോടും ആത്മവിശ്വാസത്തോടും ഭക്തിയോടും കൂടെ തൂലിക ചലിപ്പിക്കുമ്പോൾ വിരിയുന്നത് ആലിലക്കണ്ണന്റെ തേജസ്സാണ്.
വടക്കൻ മലബാറിൽ വിഷുക്കണികൾ മൺകലങ്ങളിൽ ഒരുക്കുന്ന പതിവുണ്ട്. മൺകുടങ്ങളെ ഭംഗിയാക്കുന്ന ചായക്കൂട്ടുകളെ വ്യത്യസ്ത ആശയത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇവർ. കണിക്കലം ഒരു ട്രെൻഡാണല്ലോ. കണിക്കലം കലത്തിലാണല്ലോ നമ്മൾ അപ്പം അരിയെല്ലാം വെച്ച്, അത് എന്തായാലും നമ്മൾക്കൊരു മെയിനാണല്ലോ. അപ്പോൾ അത് ഉദ്ദേശിച്ചിട്ട് അങ്ങനെ ഒരു ആശയം വെച്ചിട്ടാണ് നമ്മൾ ഈ കണിക്കലത്തിൽ എന്തുകൊണ്ട് നമുക്ക് കൃഷ്ണനെ കൊണ്ടുവന്നുകൂടാ. അപ്പം അങ്ങനെ ഒരു ആശയം വന്നു. അതോടുകൂടെ നമ്മൾ ആ ഒരു വർക്ക്ഷോപ്പ്, 1 day വർക്ക്ഷോപ്പ് വെച്ച് അത് നല്ല സക്സസ് ആയി. സ്പോട്ടിൽ നമ്മൾക്ക് ഈ ഒരു കല നമുക്ക് പിന്നെ എന്താ പറയണ്ട ഓർഡേഴ്സ് വന്നുകൊണ്ടുണ്ട്. അത്രയും നല്ല ഒരു വിജയപ്രദമായിട്ട് നമുക്ക് തീർന്നു. കണ്ണൂർ കളക്ട്രേറ്റിന് സമീപമുള്ള ഗാന്ധി മന്ദിരത്തിലാണ് കണിക്കുടങ്ങളുടെ പ്രദർശനമൊരുക്കിയിരിക്കുന്നത്. കലയും ഭക്തിയും സമന്വയിച്ച ഈ വ്യത്യസ്ത ആശയത്തിന് വലിയ പ്രോത്സാഹനമാണ് ലഭിക്കുന്നത്. ജോസഫ് അഗസ്റ്റിൻ, അമൃത ന്യൂസ്, കണ്ണൂർ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും വിഷു നാളെയാണ്. വിഷു ആഘോഷിക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. വിപണികളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കൊച്ചിയിൽ നിന്നും വിഷു വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, വിഷു നാളെയാണ്, അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. വിഷു ആഘോഷ തിരക്കിലാണ് വിപണികളും എന്നുള്ളതാണ്. എങ്ങനെയാണ് വിപണികളൊക്കെ സജീവമല്ലേ? അശ്വതി, ഏതായാലും ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അതായത് വിഷുക്കണി കാണാനായിട്ട് മലയാളികൾക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി വയ്ക്കുന്നത്. ഈ സമയത്ത് ഇനിയിപ്പോൾ കണി ഒരുക്കുന്നതിന് വേണ്ടിയുള്ള തിരക്കിലേക്ക് മലയാളികൾ കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കണി ഒരുക്കുന്നതിന് വേണ്ടിയുള്ള കൃഷ്ണവിഗ്രഹങ്ങളും മറ്റ് പഴവർഗ്ഗങ്ങളടക്കമുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു തിരക്കിലേക്ക് തന്നെ മലയാളികൾ കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുള്ളത് എറണാകുളം മാർക്കറ്റിലാണ്. ഈ മാർക്കറ്റിലെ തിരക്ക് സാധാരണഗതിയിലേക്കാൾ ഇന്ന് കൂടുതലുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു അവസാന സമയത്ത് ഈ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് വേണ്ടി എത്തി നിൽക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചേട്ടാ, എങ്ങനെയാണ് വിഷുക്കണിക്ക് ഒരുക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്? ഇപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ഇപ്പോൾ അപ്പുറത്തേക്ക് ഇത് വാങ്ങിക്കാനുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങൾ വേറെ വാങ്ങാനുണ്ട്. മുന്തിരി, ആപ്പിൾ, അങ്ങനത്തെ സാധനം ഐറ്റം കുറച്ച് വാങ്ങാനുണ്ട്. ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ഈ വൈകുന്നേരം കഴിഞ്ഞിട്ട് തന്നെയാണ്. ഇന്നലെ കുറച്ച് വാങ്ങിച്ചിട്ട് പോയി, പിന്നെ കുറച്ചുകൂടി വാങ്ങിക്കാനുണ്ട്. അത് കഴിയുമ്പോൾ ഇതൊക്കെ ഒതുങ്ങും. 2 ദിവസമായിട്ട് ഇതിന്റെ പുറകെ തന്നെയാണ്. ഇന്നലെ കുറച്ച് വാങ്ങിച്ചിട്ട് പോയി, കുറച്ചുകൂടി വാങ്ങിക്കാനുണ്ട്. ഇന്നലെ തീരുള്ളൂ. ഏതായാലും അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ 2-3 ദിവസമായി തന്നെ വിഷുവിന് കണി ഒരുക്കുന്നതിന് വേണ്ടിയുള്ള തിരക്കിലാണ്. പല സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നു. ഇനിയിപ്പോൾ കണി ഒരുക്കുന്നതിന് വേണ്ടിയുള്ള അവസാനവട്ട സാധനങ്ങൾ, അല്ലെങ്കിൽ നേരത്തെ നോക്കിയപ്പോൾ കുറവുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വാങ്ങുന്നതിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. മാത്രമല്ല, മാർക്കറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള പൂക്കളടക്കം ഉള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ കണിക്കൊന്ന, അത് നഗരത്തെ സംബന്ധിച്ച്, കൊച്ചി പോലെയുള്ള നഗരത്തെയൊക്കെ സംബന്ധിച്ച് കണിക്കൊന്ന, ഒറിജിനൽ കണിക്കൊന്ന കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കിൻ്റെയും പേപ്പറിൻ്റെയൊക്കെ കണിക്കൊന്നകൾ, അങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കണിക്കൊന്നകൾ മുഴുവനും ഈ കടകളിലൊക്കെ തൂങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഉള്ള ഒരു കണിക്കൊന്നക്ക് ബദലായിട്ടുള്ള ഒരു മാർഗത്തിലേക്ക് ആളുകൾ തേടി ഇറങ്ങുന്നതായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു തിരക്ക് തന്നെയാണ് ഈ പല കടകളിലും ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, എങ്ങനെയാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞു? സാധനങ്ങൾ കൃഷ്ണനെ കിട്ടിയില്ല. അപ്പം ഇറങ്ങിയ ബാക്കിയെല്ലാം ആയോ? ഈ കണിക്കൊന്നൊക്കെ കടലാസിന്റെ അല്ല, രാവിലെ നമുക്ക് പൂവായിട്ട് കിട്ടിയായിരുന്നു. വളരെ അപൂർവമായിട്ടായിരിക്കും നഗരത്തിൽ പലർക്കും കിട്ടും. നമ്മൾ ബേസിക്കലി മാവേലിക്കരക്കാരാണ്. ഇവിടെ ഇപ്പോൾ എറണാകുളത്ത് സെറ്റിൽ ആയെന്നേ ഉള്ളൂ. പക്ഷേ രാവിലെ ഞങ്ങൾ കണിക്കൊന്ന അറിയാം വൈകിട്ടാകുമ്പോഴത്തേക്ക് കിട്ടാൻ സാധ്യതയില്ലെന്ന്. അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ പോയി പറിച്ചു വെച്ചു. ഏതായാലും അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ ഇത് അറിയാവുന്ന ആളുകളൊക്കെ രാവിലെ തന്നെ കണിക്കൊന്ന തേടി അത് കണ്ടെത്തി വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവരും ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. ഏതായാലും മാർക്കറ്റിൽ വലിയൊരു തിരക്ക് തന്നെയാണ് ഈ കണിക്കൊന്നയും അല്ലെങ്കിൽ കണി വെക്കുന്ന സാധനങ്ങളുമൊക്കെ വിൽക്കുന്ന കടകളിലെല്ലാം കാണാൻ സാധിക്കുന്നത്. വലിയൊരു തിരക്ക് ഏതായാലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അശ്വതി. ശരി കിരൺ, വിഷു വിശേഷങ്ങളാണ് കൊച്ചിയിൽ നിന്നും കിരൺ കുമാർ പങ്കുവച്ചത്. വിഷു ആഘോഷത്തിന് കാസർഗോഡ് ഉദുമയിൽ വനിതാ സംഘം തയ്യാറാക്കുന്നത് 50,000 ഉണ്ണിയപ്പമാണ്. രാവിലെ 5 മണിക്ക് തുടങ്ങുന്നതാണ് 4 ക്വിൻ്റൽ അരി ഉപയോഗിച്ചുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കാൻ. വിഷു ആഘോഷങ്ങളുടെ ഭാഗമായി ഉണ്ണിയപ്പം തയ്യാറാക്കുന്നതിന്റെ മനസ്സ് നിറക്കുന്ന കാഴ്ചയാണിത്. 50,000 ഉണ്ണിയപ്പമാണ് ഉദുമ വനിതാ സർവീസ് സഹകരണ സംഘത്തിന് കീഴിലെ യുവാക്കോയിൽ ഉണ്ടാക്കുന്നത്. രാവിലെ 5 മണിയോടെ തുടങ്ങി അരിയരച്ച് വെല്ലം പാവ് കാച്ചിയുള്ള
കൂട്ട് തയ്യാറാക്കൽ. ഉച്ചയാകുമ്പോഴേക്കും 20,000-ഓളം അപ്പം ചുട്ടെടുത്ത് വിതരണം തുടങ്ങി. 4 കിൻഡൽ അരിയും 2 കിൻഡൽ വെല്ലവും 6 കിലോ എള്ളും തേങ്ങയും ഏലക്കാപ്പൊടിയും ചേർത്താണ് 50,000 ഉണ്ണിയപ്പത്തിനുള്ള കൂട്ട് തയ്യാറാക്കിയത്. മനസ്സ് മധുരിക്കുന്ന കാഴ്ച തന്നെ. ഇപ്പം രാവിലെ 5 മണിക്ക് എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. 4 മണിക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ഇത് തേങ്ങ കൊത്തെല്ലാം ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ പണിയെല്ലാം തുടങ്ങുമ്പോൾ ഏകദേശം 5 മണി ആയിക്കണം. ഇതിപ്പോൾ ഒരു 150ഓളം സ്ഥലത്ത് ഉണ്ട് ഇപ്പോൾ നമുക്ക് ഏകദേശം ഓർഡർ വന്നിട്ടുള്ളത്. പിന്നെ ഷോപ്പ്. എങ്ങനെ അപ്പത്തിൻ്റെ വില? ഉണ്ണിയപ്പത്തിന് റേറ്റ് 4,50 രൂപ, 4 രൂപ 50 പൈസ. ഇപ്പോൾ എത്ര പേർ കൊണ്ട്? ഏകദേശം ഒരു 10-20,000 അപ്പം ഇപ്പോൾ ചുട്ടു. 25,000 ഉണ്ണിയപ്പം നമുക്കിപ്പോൾ പോയി കഴിഞ്ഞു. ഇനിയുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പുലരും വരെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആൾക്കാർ വന്നുകൊണ്ടുണ്ട്. അവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. ബാക്കി ഒരു 7 മണിക്ക് ശേഷം വരാൻ പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും കൊടുക്കാന്നുള്ള രീതിയിൽ. ഉദുമ പഞ്ചായത്തിൽ എന്തായാലും വീടുകളിലേക്ക് ഇവിടെ തന്നെ ആയിരിക്കും ഭൂരിഭാഗം അപ്പം പോകും. ഭൂരിഭാഗം വീട്ടിലേക്ക് എത്തും. 4 കാരകളിലായി 200ഓളം ഉണ്ണിയപ്പമാണ് ഒരേ സമയം ചുട്ടെടുക്കുന്നത്. ടോക്കൺ ക്രമത്തിൽ ഓർഡർ സ്വീകരിച്ച് 150ഓളം വീടുകളിലേക്കാണ് അപ്പം വിതരണം ചെയ്യുന്നത്. 500 മുതൽ 4,000 ഉണ്ണിയപ്പം വരെയാണ് കൊണ്ടുപോകുന്നത്. അമൃത ന്യൂസ്, കാസർഗോഡ്. പ്ലാസ്റ്റിക് കണിക്കൊന്നപ്പൂക്കൾ വിപണിയിൽ വ്യാപകമായെങ്കിലും ഒറിജിനൽ കൊന്നപ്പൂക്കൾക്ക് ഇപ്പോഴും വലിയ ഡിമാൻഡാണ്. നഗരവാസികൾക്ക് ദുർലഭമായ ഒറിജിനൽ കണിക്കൊന്നപ്പൂക്കളുടെ വിൽപ്പന ഇത്തവണയും വഴിയോരങ്ങളിൽ പൊടിപൊടിച്ചു. കണിക്കുള്ള വിഭവങ്ങളിൽ ഏറ്റവും ഡിമാൻഡ് കൊന്നപ്പൂവിന് തന്നെയായിരുന്നു. നാടെങ്ങും മഞ്ഞവസന്തം തീർത്ത് ഇത്തവണയും കണിക്കൊന്നകൾ ജനുവരിയോടെ പൂത്തു തുടങ്ങി. എന്നാൽ മേടമാസത്തിലേക്ക് കാലെടുത്ത് കുത്തും മുൻപേ മഴ പെയ്ത് പൂക്കൾ കൊഴിഞ്ഞതോടെ ഇത്തവണയും വിഷുക്കണി ഒരുക്കാൻ കൊന്നപ്പൂക്കൾ ദുർലഭമായി. പക്ഷേ കോട്ടയത്ത് വഴിയോരങ്ങളിൽ വിഷുത്തലേന്ന് രാവിലെ മുതൽ കൊന്നപ്പൂക്കളുടെ കച്ചവടം പൊടിപിടിച്ചു. ഞങ്ങളുടെ പരിസരത്ത് തന്നെയുണ്ട്. ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. ഇത്തവണ ഇല്ല. ഇത്തവണ നേരത്തെ ഉണ്ടായി, അതെല്ലാം തീർന്നു. ഒരു 2 ആഴ്ച മുമ്പ് വരെ ഉണ്ടായിരുന്നു പൂവ്. ഇപ്പോൾ പൂവ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ചില സ്ഥലങ്ങളിൽ കണ്ടുണ്ട്, കുറവാണ്. ഒറിജിനൽ പൂ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. എനിക്ക് എല്ലാവരും തന്നെ ഒറിജിനൽ തന്നെയാണ് എൻ്റെ അറിവിൽ യൂസ് ചെയ്യുന്നത്. 50 രൂപയാണ് ഒരു പിടി പൂവിൻ്റെ വില. നഗരത്തിലെങ്ങും പൂക്കൾ കിട്ടാനില്ലാത്തതിനാൽ ദൂരെ നിന്നും എത്തിച്ചാണ് വിൽപ്പന. പൂ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നേരത്തെ കയറി ഭയങ്കര കഷ്ടപ്പാടാണ്. 50 രൂപ ഉള്ളൂ ഒരു പൊതി. പിന്നെ ആൾക്ക് ഇഷ്ടം ഇനി വേണോ, ഇച്ചിരി കൂടെ വേണമെന്ന് വെച്ചാൽ അങ്ങനെ കൊടുക്കും, അത്രേ ഉള്ളൂ. മുൻവർഷങ്ങളിൽ വിപണിയിൽ താരമായിരുന്ന പ്ലാസ്റ്റിക് കൊന്നപ്പൂക്കൾക്ക് പകരം ഇത്തവണ തുണി കൊണ്ടുള്ള കൊന്നപ്പൂക്കളും വിപണിയിൽ ഇടം പിടിച്ചു. തെച്ചിപ്പൂവും മുല്ലപ്പൂവും താമരമുട്ടും തുളസിക്കതിരും മാത്രമല്ല കണിവെള്ളരിയും ചക്കയും അടക്കം കണിയൊരുക്കാൻ വേണ്ടതെല്ലാം വഴിയോര വിപണിയിൽ സുലഭം. വിഭവങ്ങളെല്ലാം വാങ്ങി കണിയൊരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മലയാളികൾ. അമൃത ന്യൂസ്, കോട്ടയം. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് വിഷു ആശംസകൾ നേർന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ വിഷുവിനെ പുത്തൻ പ്രതീക്ഷകളോടെ വരവേൽക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജാതിമതഭേദ ചിന്തകൾക്ക് അതീതമായി മനുഷ്യരെല്ലാം ഒന്നാണെന്ന് വലിയ സന്ദേശമാണ് ഓരോ ആഘോഷവും നമുക്ക് നൽകുന്നത്. ഐക്യവും സാഹോദര്യവും കാത്തുസൂക്ഷിച്ചുകൊണ്ട് സമൃദ്ധമായ ഒരു നവകേരളം കെട്ടിപ്പടുക്കാൻ നമുക്ക് കൈകോർക്കാമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ICCയുടെ മാർച്ചിലെ മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കി സഞ്ജു സാംസൺ. T20 ലോകകപ്പിൽ ഇന്ത്യയെ ലോക കിരീടത്തിലേക്ക് നയിച്ച ബാറ്റിംഗ് മികവിനാണ് ICC സഞ്ജുവിനെ മികച്ച താരമായി തിരഞ്ഞെടുത്തത്. ലോകകപ്പിൽ കളിച്ച 3 T20 മത്സരങ്ങളിൽ 275 റൺസാണ് സഞ്ജു അടിച്ചുകൂട്ടിയത്. ഈ പ്രകടനം താരത്തെ ICC T20 ബാറ്റിംഗ് റാങ്കിങ്ങിലെ ആദ്യ 20ൽ എത്തിച്ചു. ലോകകപ്പിനിടെ തുടർച്ചയായ 2 തവണ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയ സഞ്ജുവിനെ തേടി ആദ്യമായാണ് ICCയുടെ പ്ലെയർ ഓഫ് ദി മന്ത് അംഗീകാരം എത്തുന്നത്.